നമസ്കാരം. നമുക്ക് സ്ക്രൈബസ് ആണ് പരിചയപ്പെടേണ്ടത്. പക്ഷേ നമ്മളിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലിബ്രിയോഫീസ് റൈറ്ററിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്ക്രൈബസിൽ എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സ്ക്രൈബസിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ബേസിക് ഐഡിയ ലിബ്രിയോഫീസ് റൈറ്ററിലുള്ളവർക്ക് സ്ക്രൈബസിനെ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ് ഒരു ശ്രമം. അപ്പോൾ നമ്മളൊരു ലിബ്രിയോഫീസ് റൈറ്ററിലെ ഒരു പ്രവർത്തനമാണ് കൊടുത്തിരിക്കുന്നത്. ലിബ്രിയോഫീസ് റൈറ്ററിൽ താഴെ കൊടുത്തിരിക്കുന്ന ഖണ്ഡിക 1 ഫോർമാറ്റൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ആക്കുക എന്നുള്ളതാണ് പ്രവർത്തനം. അത് നമ്മൾ ലിബ്രിയോഫീസ് റൈറ്ററിൽ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. അത് നിങ്ങളൊന്ന് കാണുക. എന്തെങ്കിലും ലിബ്രിയോഫീസ് റൈറ്ററിൽ സംശയമുള്ളവർ അതൊന്ന് കാണുക. എന്തായാലും ഇനി സ്ക്രൈബസ് നമുക്കൊന്ന് എടുക്കാം. സ്ക്രൈബസിനകത്ത് എങ്ങനെ ഇത് ചെയ്യാം എന്ന് നോക്കാം. ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സിലാണ്, ഉബുണ്ടു 18.04 ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സിലാണ് സ്ക്രൈബസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ സ്ക്രൈബസ് NG എന്നുള്ള വേർഷനാണ്. അത് 1.5.4 എന്നുള്ള വേർഷനാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ ഇതാണ്. ഇതിൻ്റെ മുന്നിലുള്ള വേർഷൻ 1.4 എന്നുള്ളതാണ് ഏറ്റവും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ എന്ന് സൈറ്റിൽ പറയുന്നുണ്ട്. എന്തായാലും സ്ക്രൈബസ് തുറന്നു വരുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. അതിൽ ആവശ്യമായ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു. സാധാരണ ഇവിടെ ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണില്ല. ഞാൻ ഓൾറെഡി ഇത് തുറന്നു വെച്ചുകൊണ്ടാണ്, നേരത്തെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ഞാൻ ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ ഒരു ഗൈഡ്, ഇങ്ങനെയുള്ള ആ വ്യൂ കാണത്തില്ല. അതും ഗ്രിഡ്സ്, ഷോ ഗ്രിഡ് എന്നുള്ളത് ഓപ്ഷൻ മാറ്റി കഴിയുമ്പോൾ അതും പോകും. ഇതാണ് സ്ക്രൈബസിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പേപ്പറാണ്, നമ്മുടെ ലിബ്രിയോഫീസ് റൈറ്ററിൽ കാണുന്ന പോലെ തന്നെ ഒരു പേപ്പറാണ്. ഫസ്റ്റ് പേപ്പറാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സൈസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വിശദമായി പറയുന്നതാണ്. എന്തായാലും ലിബ്രിയോഫീസ് റൈറ്ററിൽ നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്യുന്നതിന് ഡയറക്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒന്ന് കർസർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ഡയറക്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്യാം. കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം. മലയാളം വേണമെങ്കിൽ മലയാളം കീബോർഡ് ആക്കിയതിന് ശേഷം അതും ടൈപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് സ്ക്രൈബസിൽ ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളൊന്ന് കീബോർഡിലൊന്ന് പ്രസ് ചെയ്യുമ്പോഴൊന്നും, ഞാൻ കീബോർഡ് പ്രസ് ചെയ്യുകയാണ്, പക്ഷേ അത് ടൈപ്പ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫ്രെയിം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് നമുക്കൊരു ടെക്സ്റ്റ് ഫ്രെയിം നമുക്ക് ആഡ് ചെയ്യാം. ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ആഡ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതിയാവും. അപ്പോൾ എത്ര പേജിൻ്റെ അത്രയും വലുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് ഒരു വലുപ്പത്തിലാണ് ടെക്സ്റ്റ് ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അതിൻ്റെ ഗുണവും ചിലപ്പം ലിബ്രിയോഫീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ചിലപ്പം തോന്നുമെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് ടെക്സ്റ്റ് ബോക്സിൻ്റെ ഒരു ആവിർഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം. ഒത്തിരി ഉപയോഗങ്ങൾ അതുകൊണ്ടുണ്ട്. എന്തായാലും അതിലേക്ക് ഇനിയും ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കർസർ അവിടെ വരും. അത് കഴിഞ്ഞ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് ടെക്സ്റ്റ് എൻട്രി നടത്തുന്നത്. അപ്പം ഞാനതിനെ ഒരു ടെക്സ്റ്റ് എൻട്രി നടത്താനായിട്ട് ഞാനൊരു ഇൻ്റർനാഷണൽ മൗണ്ടൻ ഡേയുടെ ഒരു ഇതുണ്ട്. അതിനെ ഞാനൊന്ന് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പം നാച്ചുറൽ, രണ്ട് വിൻഡോയും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പം നാച്ചുറൽ ജുവൽസ് ട്രഷർ. ഓക്കെ, അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഞാനിതൊന്ന് കോപ്പി ചെയ്യുന്നു. ഇവിടെ ഇത്രയൊന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്താൽ അതിനെ ഞാൻ ഇവിടേക്ക് പേസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സാധിക്കും. ഇതിലേക്ക് ഡയറക്റ്റ് ഒരു ഫയലിനെ തന്നെ ഇവിടേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, നമ്മൾ റൈറ്ററിലൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫയലിനെ മൊത്തത്തിൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ടും സാധിക്കും. തൽക്കാലം നമ്മൾ ആദ്യത്തെ ഒരു പാർട്ട് എന്ന നിലയിൽ ഇത്രയും ഭാഗങ്ങളാണ് ഒന്ന് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഫോർമാറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ അതിനോടൊപ്പം ഞാൻ ഇതിൻ്റെ മലയാളം ഇതിലേക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനിപ്പം ഞാൻ ഇതിനെ ഒന്ന് മാക്സിമൈസ് ചെയ്യാം. ഇതിൻ്റെ ടെക്സ്റ്റ് ബോക്സിന് ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിൽ പലതും പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യം ഇതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളൊന്ന് നോക്കാം. ഇതിലേക്ക് മലയാളം ഒന്ന് ടൈപ്പ് ചെയ്യും. ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് ബോക്സിന് വലിപ്പം ഒന്ന് കുറച്ചു. ഈ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവച്ചാൽ എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. അപ്പം നേരത്തെ റൈറ്ററിൽ അങ്ങനെ ഒരു സംവിധാനമൊന്നുമില്ല. ഇതിനെ ഏത് വലുപ്പത്തിലും ഇതാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സാധിക്കും. ഇനി നമുക്ക് ഇതിലേക്കൊരു മലയാളം ഖണ്ഡിക എങ്ങനെ ചേർക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ ചെറുകഥ എന്നുള്ളതാണ് ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ടെക്സ്റ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിന് മുമ്പ് നമുക്ക് മലയാളം ഇവിടെ മാറ്റാം. ഓക്കെ, മലയാളം മാറ്റി. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ പക്ഷേ ഫോണ്ട് തെളിഞ്ഞു വരുന്നില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റേണ്ടി വരും. മലയാളവുമായിട്ട് ബന്ധപ്പെട്ട മലയാളം ഫോണ്ടുകൾ മാത്രമേ ഇതിനകത്ത് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതിനായിട്ട് നമുക്ക് ഫോണ്ട് മാറ്റാം. ഫോണ്ട് മാറ്റാനായിട്ട് ഇതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ ടെക്സ്റ്റ് ബോക്സിനകത്ത് അതിൻ്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് എടുക്കുക, അല്ലെങ്കിൽ F3 പ്രസ് ചെയ്താലും മതിയാവും. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഈ മലയാളം അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന ഫോണ്ടുകൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ മഞ്ചരി ആണ് എനിക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട്. ഞാനതുകൊണ്ട് തന്നെ മഞ്ചരി സെലക്ട് ചെയ്യുന്നു. താഴേക്ക് പോകുമ്പോൾ മഞ്ചരി ഉണ്ട് ഇവിടെ. ഓക്കെ, മഞ്ചരി കിട്ടി. ഇനി ഞാൻ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ മലയാളം അക്ഷരങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലിബ്രിയോഫീസ് റൈറ്ററിലാണെങ്കിൽ ഞാൻ ലിബ്രിയോഫീസ് റൈറ്റർ എടുത്തിട്ട് നമുക്ക് ഏത് ഫോണ്ടാണെങ്കിലും നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് ഫോണ്ടെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ ഫോണ്ടിനും. ഇപ്പം ലിബറേഷൻ സെറീഫ് അവിടെ കിടക്കുന്നത് ഞാൻ മലയാളം ടൈപ്പ് ചെയ്താലും അത് മലയാളം അക്ഷരങ്ങൾ അവിടെ വരുന്നുണ്ട്. അത് രചനയെ മാറി എങ്കിലും അത് വേറെ ഏത് ജന്തിയം ബേസിക്കലും ആ മലയാളം തന്നെ വരുന്നുണ്ട് അവിടെ. പക്ഷേ സ്ക്രൈബേഴ്സിൽ നമ്മൾ വരുമ്പോൾ മലയാളം ഫോണ്ട് തന്നെ തിരഞ്ഞെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇനിയും പുതിയ വേർഷൻസിലൊക്കെ അത് മാറ്റം വരുമോ എന്ന് എനിക്കറിയില്ല. എന്തിലും ഇപ്പോഴത്തെ 1.5.4 വരെയും ആ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെയൊക്കെ ടൈപ്പ് ചെയ്യാം. അതേ നോക്കിയിട്ട് മലയാള ചെറുകഥ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിനെ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്ത് നമുക്ക് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. Ctrl+C പേസ്റ്റ്. ഓക്കെ, ഇപ്പം ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ടെക്സ്റ്റ് ബോക്സിന്റെ വലിപ്പം കൂട്ടാന്ന് കുറയ്ക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വലിപ്പം കുറയ്ക്കുന്നതനുസരിച്ച് ഇതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഈ ബോട്ടം കോർണറിൽ നമ്മൾ ഒന്ന് വെക്കുകയാണെങ്കിൽ ഓവർഫ്ലോ ക്യാരക്ടേഴ്സ്, ഇനിയും താഴോട്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. 190 വേർഡ്സുകളുണ്ട്, ക്യാരക്ടറുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനെ കുറച്ചുകൂടെ താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വലിപ്പം കൂട്ടിയാൽ അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളൂടെ കാണാനായിട്ട് സാധിക്കും. ഇനി ടെക്സ്റ്റ് ബോക്സിൻ്റെ ആകൃതി പൊസിഷനും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാൻ ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ ടെക്സ്റ്റ് ഫ്രെയിമിൻ്റെ ആ പ്രോപ്പർട്ടീസ് നമുക്ക് മാറ്റാൻ സാധിക്കും. എക്സ് പൊസിഷൻ, വൈ പൊസിഷൻ, വിഡ്ത്ത്, ഹൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം. ഡ്രോപ്പ് ഷാഡോ ഇതിലേക്ക് ഉൾപ്പെടുത്താം. ഷാഡോ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ ഉള്ള മാറ്റങ്ങളൊക്കെ ഷേപ്പ് നമുക്ക് മാറ്റാം. ഇതിൻ്റെ കോർണർ ഷേപ്പ് മാറ്റാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ റൗണ്ടഡ് കോർണേഴ്സ് അത് മൈനസ് വാല്യൂ ആയതുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞത്.
പ്ലസ് വാല്യൂ ആണ് തിരിച്ച് അതിൻ്റെ കോർണർ തിരിഞ്ഞു വരുന്നതായിരിക്കും. അതിനെ നമുക്ക് ഒരു റൗണ്ട് രീതിയിലൊക്കെ ആക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് മാറ്റി ചെയ്യാവുന്നതാണ്. ഇനി ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഇവിടെ ഖണ്ഡികയുടെ തലവാചകം ഭംഗിയാക്കുക, ഫോണ്ടിൻ്റെ കളറ് മഞ്ചരി ബോൾഡ് ആക്കുക, റെഡ് ആക്കുക, സൈസ് 14 ആക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. സ്ക്രൈബ്സിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റിനകത്ത് ചെല്ലുള്ളൂ. ഒന്ന് സെലക്ട് ചെയ്യുന്നു, ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. ഇവിടെ ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടേക്കുന്നതുകൊണ്ടാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ F3 പ്രസ് ചെയ്താലും മതിയാവും. എന്നിട്ട് നമുക്ക് മഞ്ചരി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ മഞ്ചരി സെലക്ട് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഇവിടെ നിന്ന് മഞ്ചരി സെലക്ട് ചെയ്യാം. പിന്നെ സൈസ് 14 ആക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഫോണ്ടിൻ്റെ സൈസ് 14 ആക്കാം. ഫിക്സഡ് ലൈൻ സ്പേസിങ്, ഇത് ലൈനിൻ്റെ സ്പേസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, അതിപ്പം വേണ്ട. ഓക്കെ, ഇനി താഴോട്ട് വരുമ്പം കളർ നമുക്ക് മാറ്റാം. കളർ ആൻഡ് എഫക്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള കളർ എല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കുറേ കളർ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് നോക്കാം. ഇനിയും അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് നോക്കാം. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ലെങ്തി ആക്കേണ്ടതെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഞാൻ ഒരു റെഡ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. റെഡിനെ തന്നെ നമുക്ക് ഇവിടുന്ന് റെഡിൻ്റെ ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം. 100% റെഡിനെക്കാട്ടും കുറച്ച് കുറവാണെങ്കിൽ അതൊക്കെ ഇവിടെ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് നമുക്ക് നോക്കാം. ഇനി അവിടെ ബോൾഡ് ആക്കാൻ ഇവിടെ റെഗുലർ മാറ്റിയിട്ട് ബോൾഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ബോൾഡ് ആകും. അതിനോടൊപ്പം തന്നെ ഇവിടെ താഴെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അണ്ടർലൈൻ ടെക്സ്റ്റ്, അണ്ടർലൈൻ വേർഡ്സ് ഓൺലി. നമ്മൾ നേരത്തെ കണ്ടതിനകത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുമ്പോൾ മൊത്തത്തിലായിരിക്കും അണ്ടർലൈൻ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള വാക്കുകൾക്ക് മാത്രമാണ് കൊടുക്കേണ്ടതെങ്കിൽ വേർഡ്സ് ഓൺലി എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അണ്ടർലൈൻ വേർഡ്സ് ഓൺലി തന്നെ വരും. ഇത് നമ്മുടെ സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്, ഓൾ ക്യാപ്സ്, സ്മോൾ ക്യാപ്സ് എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. നമ്മുടെ റൈറ്റിൽ തന്നെയുള്ള പല ഓപ്ഷൻസും ഇത് തന്നെയുണ്ട്. സ്ട്രൈക്ക് ഔട്ട്, പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഔട്ട്ലൈൻ, അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമാണ് വേണമെങ്കിൽ ഇവിടെ. പിന്നെ ഷാഡോ എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ റൈറ്റിൽ നമ്മൾ ഷാഡോ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പം അത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം മലയാള ചെറുകഥ എന്നുള്ളത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർമാറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഫോണ്ടിൻ്റെ ക്യാരക്ടറിൻ്റെ ഫോർമാറ്റിംഗ് അത്രയുമാണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ ഖണ്ഡിക ഭംഗിയാക്കുക, ഫോണ്ട് കളർ, ഫോണ്ട് മഞ്ചരി റെഗുലർ, ഫോണ്ട് കളർ ബ്ലൂ, ഫോണ്ട് സൈസ് 12, വരികൾ തമ്മിലുള്ള അകലം 1.5. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. നമുക്കിവിടെ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യാം. പാരഗ്രാഫിനെ ഒന്ന് സെലക്ട് ചെയ്യാം. പാരഗ്രാഫിനെ സെലക്ട് ചെയ്തതിന് ശേഷം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫോണ്ട് നമുക്ക് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിനകത്ത് ഫോണ്ട് മഞ്ചരി തന്നെയാണ്, റെഗുലർ ആണ് കിടക്കുന്നത്. 12 ആണ് ഇപ്പോൾ ഉള്ളത്, നമുക്ക് മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ, ഇനിയും നമുക്ക് വേണ്ടത് എന്തായിരുന്നു വേണ്ടത്? ആക്ടിവിറ്റിക്കകത്ത് റെഗുലർ ബ്ലൂ, കളർ ബ്ലൂ. ഓക്കെ, ബ്ലൂ കളർ നമുക്കാക്കാം. ഇവിടെ കളർ ഇതിൻ്റെ ഇത് സെലക്ട് ചെയ്ത് ബ്ലാക്ക് കിടക്കുന്നതിനെ മാറ്റി ബ്ലൂ ആക്കുന്നു. ഓക്കെ, ഇനിയും അതിൻ്റെ ലൈൻ വിഡ്ത്ത്, ലൈൻ സ്പേസിങ്, ഫിക്സഡ് സ്പേസിങ് 1.5 ആക്കുക. അത് നമ്മൾ മാറ്റി മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ 1.5 ആക്കിയപ്പോഴത്തന്നെ ഇതിൻ്റെ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ വെളി കുറച്ചുകൂടി വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഒന്ന് ടെക്സ്റ്റ് ബോക്സ് വലുതാക്കി അങ്ങനെ ഉള്ളിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റിങ്ങുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പുറകെയുള്ള വീഡിയോസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇത് ഇങ്ങനെ ഈ കാണുന്ന ലൈൻസ് ഒന്നും തന്നെ നമ്മുടെ പ്രിന്റിൽ വരത്തില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ പ്രിവ്യൂ മോഡിലൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ സംഭവങ്ങളൊന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല. ആ ലൈൻസ് ഒന്നും വന്നിട്ടില്ല. പ്രിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ലഭിക്കുന്നത്. അതിനിവിടെ പ്രിവ്യൂ മോഡ് നമുക്ക് ലഭ്യമാണ്. ഓക്കെ, ശരി, അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.